നമസ്കാരം. പുതിയൊരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നും 2 കോടിയിൽ പരം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു. അതായത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ നിന്നാണ് 2 കോടിയിൽ പരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും അടങ്ങിയ സംഭവം മോഷണം പോയി. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കുറച്ച് മാസങ്ങൾ മുമ്പ് നടന്നിരുന്ന സംഭവമാണ്. പക്ഷേ പരമാവധി അത് ഒതുക്കി മൂടിയൊക്കെ വെച്ചിരുന്നു എങ്കിൽ പോലും കൂടെ കഴിഞ്ഞ ദിവസം അത് പോലീസിൽ തന്നെ കേസായി. എന്താണെങ്കിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ നടക്കുന്ന കൊള്ളകളും കൊലകളും അക്രമങ്ങളും എത്രമാത്രം ഭയാനകമാണ്. മാഫിയകളുടെ വിളയാട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു ഭരണം എന്ന് പറയുന്നത് പിണറായിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരം ഗുണ്ട മാഫിയ ക്രിമിനൽ കൊലയാളി സംഘങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെ സംഭവവികാസങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ പോലും കൂടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ 2 ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി ഒരു ഗുണ്ടാ തലവനെ മറ്റൊരു ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. അത് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു ഗുണ്ട അല്ലെ കൊട്ടേഷൻ കൊലയുടെ ഒരു ബാക്കി പത്രമായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതിനി ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കാനാണ് സാധ്യത. കാരണം ഇത് ഇങ്ങനെ ഗുണ്ടാപ്പകകളായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇത് സ്വാഭാവികമായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയല്ലേ. നമുക്കറിയാം മയക്കുമരുന്ന് മാഫിയ, കോറി മാഫിയ, അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും മാഫിയകളുടെ ഒരു വിളയാട്ടമാണ്. ഈ മാഫിയകളാണ് ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കൊള്ളകളും അതുപോലെ ഇത്തരം കളവുകളും എല്ലാം നടക്കുന്നത്. ഇപ്പം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പോലും കൂടെ മോഷണം പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇപ്പോൾ പുറമേ നിന്നുള്ള കൊള്ളസംഘമാണെന്നോ നിർബന്ധമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഈ കൊള്ളസംഘങ്ങൾ പെരുകുമ്പോൾ അവർക്ക് പല മേഖലകളിലും അവരുടെ ശൃംഖലകൾ വ്യാപിപ്പിക്കും. ഇപ്പം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് നടന്നിരിക്കുന്ന മോഷണങ്ങൾ ഈ കൊള്ളസംഘങ്ങൾ നേരിട്ട് നടത്തണമെന്നില്ല. അവർക്ക് അവിടുത്തെ പരിചാരകരെ സ്വാധീനിച്ചുകൊണ്ടോ ആ രീതിയിലൊക്കെ പല കാര്യങ്ങളും അവർക്ക് അവരുടേതായ രീതിക്കുള്ള പല പല പദ്ധതികളുണ്ടാവും. ആ പദ്ധതികളിലൂടെ അവരവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കി വിജയിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. അത് കൊള്ളസംഘങ്ങളാണെങ്കിലും മാഫിയ സംഘങ്ങളാണെങ്കിലും ക്രിമിനൽ സംഘങ്ങളാണെങ്കിലും കൊലയാളി സംഘങ്ങളാണെങ്കിലും അത്ര രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അവർ പദ്ധതി വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മൗനാനുവാദം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. അതായത് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒത്താശ, അതാണ് ഇപ്പോഴത്തെ ഈ പിണറായിസ്റ്റ് ഭരണം. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവിടെ ഇപ്പോൾ CPM എന്നൊരു പ്രസ്ഥാനം ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM വളരെ ശോഷിച്ചു. അതായത് അതിനകത്ത് കുറച്ച് ആദർശധീരരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അതാണ് CPM എന്ന പ്രസ്ഥാനം. അത്തരക്കാരെല്ലാം ഒതുങ്ങി അവർ മൂലയ്ക്കായി. അതല്ലെങ്കിൽ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് മാറി. അതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ G. സുധാകരൻ, ആലപ്പുഴയിലുള്ള G. സുധാകരൻ. അദ്ദേഹം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ പഴയ CPM ഇല്ല. ഇപ്പോഴുള്ളത് ഒരു പിണറായിസ്റ്റ് സംഘം മാത്രമാണ്. ആ പിണറായിസ്റ്റ് സംഘത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന MA ബേബി പോലും ശരിക്കും പറഞ്ഞാൽ ഈ പിണറായിസ്റ്റ് സംഘത്തിൻ്റെ ഒരു വക്താവാണ്. അതുപോലെ MV ഗോവിന്ദൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പോലുമില്ല. MV ഗോവിന്ദൻ വാ വിളിച്ചു കഴിഞ്ഞാൽ നുണയും പിണറായി സ്തുതിയും അല്ലാതെ ഇവിടുത്തെ CPMൻ്റെ ലേബലിലുള്ള അല്ലെങ്കിൽ പിണറായിസ്റ്റ് സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ വായിൽ നിന്നും വരുന്ന 2 കാര്യങ്ങൾ ഈ അടുത്ത കാലങ്ങളായിട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനുള്ളൂ. ഒന്ന്, നുണ പറയാൻ വേണ്ടി മാത്രം വാവിളിക്കുക. രണ്ടാമത് പിണറായി സ്തുതിക്ക് വേണ്ടി മാത്രം വാവിളിക്കുക. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദൻ മാറിയിരിക്കുന്നു. അതിനെ കുട പിടിക്കുന്ന രീതിയിലാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന പദവിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടെ MA ബേബിക്കും സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നൊന്ന് പറഞ്ഞു വെച്ചൊന്നും മാത്രം. ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ പ്രതിഷേധ ശബ്ദം ഉയർത്താനോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ശക്തമായിട്ട് സാധിക്കുന്നില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം വളരെ ലോലമായി പോവുകയാണ്. പ്രതിപക്ഷ നേതാവും
അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവാണെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ ആണെങ്കിൽ പോലും അവരൊക്കെ പ്രതികരിക്കുമ്പോൾ അതിനൊന്നും മൂർച്ച വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായിട്ട് പ്രതികരിക്കേണ്ട യുവ നേതാക്കളെ ഒതുക്കിയില്ലാതാക്കുക. ഏതെങ്കിലും പെണ്ണുകേസിലൊക്കെ നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒക്കെ വിഷയത്തിനകത്ത് ഈ പ്രതിപക്ഷം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്, ഭരണപക്ഷത്തെക്കാൾ ഉപരി. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം പോലെ SSP എന്ന ഒരു സംഘം, ഒരു കോക്കസ് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഈ പെണ്ണ് കേസ് അല്ലെങ്കിൽ പീഡന കേസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പീഡന കേസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടാത്ത എത്ര നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരളിൽ എണ്ണാവുന്ന നേതാക്കന്മാർ പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നത്. പലരുടെയും വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ വളരെ ഗൗരവം കൂടിയ, അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം എത്രമാത്രമുണ്ടോ അതിനേക്കാളും 4 ഇരട്ടിയെങ്കിലും ഗൗരവം കൂടിയ വിഷയം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പൊതുസമൂഹം അധികം ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരത അതിഭയാനകമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെയെങ്കിലും പ്രതിപക്ഷയോടെ നോക്കി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മേൽ വരുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തമായ കാര്യങ്ങൾ, അത് ആരോപണമല്ല, വ്യക്തമായ കാര്യങ്ങളാണ്. കാരണം അതിനകത്ത് ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെയാണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ആണെങ്കിലും പ്രത്യേകിച്ച് കെ മുരളീധരൻ്റെ കുറേ ലീലാവിലാസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻ KPCC പ്രസിഡൻ്റായിരുന്ന സാഹചര്യത്തിലുള്ള പല വിഷയങ്ങളും പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ കോക്കസിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതൃനിരയിലെ ഉന്നതരായിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ പേര് ശക്തമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഇനി പൊതുസമൂഹം വളരെ ശക്തമായിട്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് വീണ്ടും എടുത്തിട്ട് അലക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം സൂചനകളൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ പലവിധ സർവേകൾ നടക്കുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങൾ സർവേ നടത്തുന്നുണ്ട്. പക്ഷേ ഓരോ സർവേകളും പരിശോധിച്ച് കഴിയുമ്പോൾ ഓരോ ഫോക്കസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മാധ്യമ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന സർവേ ആണെന്ന് വ്യക്തമാണ്. അതിലെടുത്തു പറയേണ്ട ഒരു സർവേയാണ് റിപ്പോർട്ടർ ചാനലായ, അതായത് 1000 കോടി രൂപയുടെ വനംകൊള്ള നടത്തിയെന്ന് അരുൺകുമാർ തന്നെ 24 ചാനലായിരുന്നപ്പോൾ പറഞ്ഞ അരുൺകുമാർ തന്നെ പറഞ്ഞിരുന്നു, കേരളം കണ്ട എക്കാലത്തെ ഈ ഏറ്റവും വലിയ വനം കൊള്ളക്കാരൻ ആൻഡോ അഗസ്റ്റീൻ ടീമുകൾ എന്ന് പറഞ്ഞിരുന്ന ആ ടീം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന റിപ്പോർട്ടർ ചാനൽ, അതിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അരുൺകുമാർ ഇപ്പോൾ അവരുടെ വക്താവായി മാറിയിരിക്കുകയാണ്. അവർ നടത്തിയിരിക്കുന്ന സർവേ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ നടത്തിയ സർവേ വെച്ച് നോക്കുമ്പോൾ വളരെ വിരുദ്ധമായിട്ടാണ്. ഞങ്ങൾ ഓൺലൈൻ ചാനലുകാർ കുറേ പേര് കൂടി ഇതിനകത്തൊരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും വിശദമായിട്ടുള്ളെങ്കിൽ അവരെ ഇവർ നടത്തിയെന്ന് അവകാശപ്പെടുന്ന പോലുള്ള സർവേ അല്ല നടത്തിയത്. ഞങ്ങൾ പൊതുസമൂഹത്തിനോട് ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു സർവേ ആണ്. ഇനി അടിസ്ഥാനപരമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ സർവേ പിന്നാലെ വരുന്നുണ്ട്. ഇതുവരെ നടത്തിയിരിക്കുന്ന ഒരു സർവേ പ്രകാരം അത് കേരളത്തിലെ പ്രമുഖ എല്ലാ മണ്ഡലങ്ങളിലും അല്ല, വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ ആ സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേയിൽ ഞങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാക്കൂട്ടം പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിന് 72.6% ജനപിന്തുണയാണ് ഇപ്പോഴും നിലവിലുള്ളത്. 72.6%. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, രാഹുൽ മാക്കൂട്ടം പ്രതിപക്ഷ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ പരാജയപ്പെടാൻ പോകുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ മുൻനിരയിലുള്ള ഒരു 1/2 ഡസനോളം നേതാക്കന്മാരുണ്ട്. അതായത് 1/2 ഡസനോളം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 1/2 ഡസനോളം നേതാക്കന്മാരെ തോൽക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് ഈ പൊതുജന അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന പ്രതിപക്ഷ നിരയിലെ യുവ നേതാക്കളാണ് രാഹുൽ മാക്കൂട്ടം, കറ തീർന്ന കോൺഗ്രസ്സുകാരൻ. നമുക്കറിയാം, ഇന്നിപ്പം CPMൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നവരെ പോലും കൂടെ പിന്താങ്ങാനായിട്ട് UDF ഇവിടെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ കറ തീർന്ന കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ
എന്തടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നു എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായിട്ട് വരികയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതികൾ നമുക്കറിയാം, അത് കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ചുകൊണ്ട് വന്നതാണ്. അവരുടെ മുൻകാല സൗഹൃദങ്ങളിലുണ്ടായ ചില സംഭവങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചകഞ്ഞ് പിടിച്ച് അവർക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകി ഇവിടുത്തെ ഈ SSP എന്ന വലിയ കോക്കസ് ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പീഡന പരാതികളാണ്. ആ പരാതികൾ കോടതികൾ പോലും കൂടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചത് നിലനിൽക്കുന്നതല്ല എന്ന് വളരെ അടിവരയിട്ട് പറഞ്ഞിട്ട് പോലും ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരെ മത്സരിപ്പിക്കാതിരിക്കാനായിട്ട് ഇനിയും ഏതെങ്കിലുമൊക്കെ കോക്കസുകൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ അത് ശരിക്കും ഇന്നുള്ള പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പൊതുസമൂഹ വികാരം അത്ര ശക്തമാണ്. കാരണം ഏറ്റവും കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നിരയിലെ യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം. മറ്റ് നേതാക്കന്മാരെ പോലെ ഒരു അഴിമതിയോ മറ്റ് യാതൊരുവിധ നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആകെപ്പാടെ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റിയ ഇങ്ങനെയുള്ള പെണ്ണ് കേസ്, അതൊക്കെ കാലഹരണപ്പെട്ടു പോയ ഒരു 50 വർഷം മുമ്പുള്ള ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ചില സംഭവങ്ങളെന്നുള്ളതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇത് ഇപ്പോൾ ഒരു സർവ്വസാധാരണ സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ധാർമ്മികതയെപ്പറ്റി വീമ്പിളക്കുന്ന നേതാക്കന്മാരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, BJP മുന്നണി ആയിക്കോട്ടെ, ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഏതൊരു രാഷ്ട്രീയ പാർട്ടികളിലെയും പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 90% നേതാക്കന്മാരും ഇത്തരം വിഷയങ്ങളുമായിട്ട് അല്പമെങ്കിലും ബന്ധമില്ലാത്തവരായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു കോക്കസിൻ്റെ അജണ്ട അത് നിങ്ങൾക്ക് തന്നെ വലിയ പാരയായിട്ട് വരുന്നു. പിണറായിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്കതൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷെ ബാക്കിയുള്ള പ്രതിപക്ഷത്തുള്ള സതീശനിസ്റ്റുകളും അതുപോലെ തന്നെ സംഘിസ്റ്റുകളും കൂട്ടുനിൽക്കുന്നിടത്തോളം കാലം അത് നിങ്ങൾക്ക് തന്നെയാണ് പാരയായിട്ട് വരുന്നത് എന്ന് മാത്രം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പൊതുസമൂഹം കുറേ കൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.